സന്ദേഹപ്പെടരുത്. അതില് പദ്യം ഇതാണ്: മരുത് സത്വസ്വരൂപം മറ്റു രണ്ടും വന്ന് കലണ്ടന് അവറ്റെ മാറ്റിനാൽ പോ. തനത് സന്മാർഗത്തെ വിടാതിരുന്ന പോത് തമോ ഗുണവും രജോ ഗുണവും ചമിക്കും. പിന്നെ കനപരിണാമം ചലനം പോനാക്കാർ കളങ്കവറ്റു നിന്റെ ആകാശം പോലും നിനതുള്ളം അപ്പടി അപ്പിരമത്തൊണ്ടായി നിർവികൽപ്പ സമാധിയിലെ നിൽക്കും താനേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, 3 ഗുണങ്ങളെ പറ്റി പറഞ്ഞു. അതില് തമോ ഗുണം മേലാന പോതിൽ അസുര സമ്പത്ത് ഉണ്ടാവുന്നത്, രജോ ഗുണം മേലാന പോതിൽ ദേഹവാസന, ലോകവാസന, ശാസ്ത്രവാസന എന്നുള്ള 3 വാസനകളുണ്ടാവും. സത്വം മേലാന പോതിൽ ജ്ഞാനത്തിലേക്ക് വരേണ്ടത്. ഇതാണ് സന്മാർഗമാണ് ദൈവസമ്പത്ത് ഉണ്ടാവുമെന്ന് അവർ പറയും. എന്നിട്ട് പറയണം, അടുത്ത പദ്യത്തിൽ അവർ പറയാൻ തുടങ്ങുന്ന ഇതാണ്: മനത് സത്വസ്വരൂപം മറ്റു രണ്ടും വന്ന് കലണ്ടന അവറ്റെ മാറ്റിനാൽ പോകും. തനത് സന്മാർഗത്തെ വിടാമൽ ഇരുന്ന പോത് തമോ ഗുണവും രജോ ഗുണവും ചമിക്കും. കരപരിണാമം ചലനം പോനാക്കാ കളങ്കമറ്റ് നിന്റെ ആകാശം പോലെ നിനതുള്ളം അപ്പടിയ പിറമത്തൊണ്ടായ നിർവികൽപ്പ സമാധിയിലേ നിൽക്കും താതി. എങ്ങനെയാണ് ആ നിർവികൽപ്പ സമാധി ഇതിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. സ്വാമിയുടെ വ്യാഖ്യാനം: മനത് സത്വസ്വരൂപം, മനസ്സിന്റെ ഉപാദാനമായതിനാൽ അതിന് സത്വം തന്നെ അതിന്റെ സ്വരൂപം. മനസ്സിന്റെ ശരിക്കുള്ള സ്വരൂപം സത്വഗുണമാണ്. മറ്റ് രണ്ടും വന്ന് കലർന്ന്, മറ്റേ രണ്ടും സഹായകമായി ഇടയിൽ വന്ന് ചേർന്നിട്ടുള്ളവയാകും. അവറ്റെ മാറ്റിനാൽ പോകും, അവകളെ നീക്കിയാൽ നീങ്ങുന്ന ഉപായം പറയുന്നു. തനത് സന്മാർഗത്തെ, അതായത് മനസ്സിന്റെ യഥാർത്ഥ സ്വരൂപമായ സന്മാർഗത്തെ, ദൈവസമ്പത്തിനെ വിടാതെ അനുഷ്ഠിച്ചു നിൽക്കുമ്പോൾ തമോ ഗുണവും രജോ ഗുണവും ചമിക്കും. വിഷയപരിണാമഹേതുവായ തമോ ഗുണവും ചലനഹേതുവായ രജോ ഗുണവും ശമിക്കും. പിന്നീട് കനപരിണാമം ചലനം ഘനമായ വിഷയപരിണാമവും ഒന്നിൽ നിന്ന് വേറൊന്നിന് മാറി മാറി നിൽക്കുന്ന ചലനവും മാറിപ്പോകും. അങ്ങനെ പോനാക്ക അവകൾ പോകുമ്പോൾ നിന്റെ മനസ്സ് കളങ്കമറ്റ നിന്റെ മേഘപടലം മുതലായ എല്ലാം ഒഴിഞ്ഞു നിന്ന ആകാശം പോലും ശരത്കാലാകാശം പോലെ സ്വച്ഛമായി അചഞ്ചലമായി അതിസൂക്ഷ്മമാകും. അങ്ങനെ ആകുമ്പോൾ അചഞ്ചല അതിസൂക്ഷ്മമായ ആ ബ്രഹ്മത്തിൽ ഒന്നായി ഏകരസമായി നിർവികൽപ്പ സമാധിയിൽ താനേ തന്നെ നിൽക്കും. ഒരു പ്രയത്നമില്ലാതെ തന്നെ നിൽക്കും. ഇതിന്റെ സാരം ഒന്നുകൂടെ പറയണം. മനസ്സിന് സത്വഗുണമാണ് മുഖ്യ ഉപാദാന കാരണം. രജോ ഗുണ തമോ ഗുണങ്ങൾ സഹായകമാകുന്നു. അതിനാൽ സന്മാർഗത്തെ, അതായത് ദൈവസമ്പത്താൽ രജസ്സു സമസ്തെന്ന 2 ഗുണങ്ങളെയും അകറ്റുമ്പോൾ സത്വഗുണം അന്ധകരണത്തിന്റെ സ്വരൂപമായി ശേഷിക്കും. ചഞ്ചലത്തിന് ഹേതുവായ രജോ ഗുണമില്ലായ്മയാൽ സത്വഗുണം ഏകാഗ്രമായും ഭ്രാന്തിയാൽ കൽപ്പിക്കപ്പെട്ട അനാത്മരൂപമായ സ്ഥൂലപദാർത്ഥാകാരമായ ഹേതുവാകുന്ന തമോ ഗുണമില്ലായ്മയാൽ സൂക്ഷ്മമായും ഇരിക്കുന്നതിനാൽ ആത്മദർശനത്തിന് യോഗ്യമാകുമെന്ന് അറിയുക. ആ പദ്യത്തിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്. ശരിക്കും നമ്മുടെ യഥാർത്ഥ മനസ്സിന്റെ സ്വരൂപം എന്ന് പറയുന്ന സത്വഗുണമാണ്. ഇതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിന്റെ ഉടമകളെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ അതിലെ ആ ജന്തുക്കളുടെ സ്വഭാവമാണ് രജോ ഗുണ തമോ ഗുണങ്ങൾ. ജന്തുക്കളുടേതാണ്. അത് വന്നു ചേർന്നാണ്. അത് എന്തുകൊണ്ട് വന്നു ചേർന്ന് വെച്ചാൽ ജന്മാന്തരങ്ങളായിട്ട് പഴകിയിരിക്കുകയാണ് നമ്മൾ മനുഷ്യനായി വരുന്നതിന് മുമ്പിരുന്ന ജന്മങ്ങളെ ഓർമ്മിച്ചാൽ പലതായിട്ടിരുന്നായിരുന്നു. അപ്പൊ ആ വാസനകളെല്ലാം ഇതിലുണ്ട്. പക്ഷെ മനുഷ്യനെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ പറയും, മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശയം, ദുർലഭം ത്രയമേയോ. ഇത് വളരെ ദുർലഭമായിട്ടുള്ളതാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സത്വഗുണ മനസ്സിന്റെ ഉടമകളായിട്ടിരിക്കുന്നത് മനുഷ്യനെന്ന് പറയുന്നത്. മറ്റ് ജന്തുക്കളുടെ സ്വഭാവമാണ്. മറ്റത് രണ്ടുമെന്ന് അർത്ഥം വേറെയുണ്ട്.
പറയണ ഈ സന്മാർഗത്തെ വിടാമതിരുന്ന പോത് എന്ന് പറഞ്ഞാൽ ഈ ശ്രവണ മന്ന നിര്യാസനങ്ങളാണ് സന്മാർഗം യഥാർത്ഥത്തിൽ. പിന്നെ അതിന് ഉപോത്പരകമായിട്ട് ഗുരുസേവകൾ ചെയ്യാം, പലതും ചെയ്യാം, ആശ്രമസേവ ചെയ്യാം, ഇങ്ങനെ പലതും ചെയ്യാം. യഥാർത്ഥത്തിൽ ശ്രവണ മന്ന നിര്യാസനങ്ങളാണ് യഥാർത്ഥത്തിലുള്ള സന്മാർഗ വഴി. അതായത് ഈ വേദാന്ത ശ്രുതികൾ പിന്നെ കേൾക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക. ഇത് തന്നെക്കുറിച്ച് പറയുന്നതാണെന്ന് മനസ്സിലാക്കണം. ഇത് തന്നെ പറ്റിയാണ് പറയുന്നത്. വേറെ അന്യമായ ഒന്നിനെ പറ്റി പരാമർശിക്കേണ്ട കാര്യം ഈ ജ്ഞാനത്തിലേക്ക് വരുന്നവർക്കില്ല. ഇതെല്ലാം തന്നിൽ ഉദാഹരിച്ചറിയേണ്ട രഹസ്യമായിട്ട് വെച്ചിരുന്ന അതിനെ ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. ജ്ഞാനത്തിൽ രാമനായിരുന്നതും കൃഷ്ണനായിരുന്നതും എല്ലാം നീ തന്നെയാണ് എന്ന് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇതെല്ലാം തന്നെപ്പറ്റി പറയുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിലെല്ലാം തന്നിൽ ഉദാഹരിച്ചറിയുന്ന ഒരു സ്വഭാവത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ, അവർ പറയുന്നു ആ നിർവികൽപ്പ സമാധിയിലേക്ക് പെട്ടെന്ന് പോയി നിൽക്കും. നിർവികൽപ്പ സമാധി നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, തനത് സന്മാർഗത്തെ വിടാമൽ ഇരുന്ന പോത് രജോ ഗുണവും തമോ ഗുണവും ശമിക്കും, പോവില്ല, നശിച്ചു പോവില്ല. കാരണം ഈ ശരീര പ്രാരബ്ധ കർമ്മം ഇരിക്കുന്നത് വരയ്ക്കും അത് ഉണ്ടാവും, പക്ഷേ ശമിക്കും. പരപരിണാമം ഇത് ശമിച്ചിരിക്കും, എന്നിട്ട് ഒന്ന് അടങ്ങി നിൽക്കും. സത്വഗുണം മേലാക്കി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്നാൽ മറ്റേ രണ്ട് ഗുണങ്ങളും അടങ്ങി നിൽക്കും. നമുക്ക് അടക്കി നിർത്താനേ പറ്റൂ. അങ്ങനെ അടങ്ങി നിന്നാൽ അവർ പറയുന്നു ഘനപരിണാമം ചലനം പോവും. കാരണം ഈ തമോ ഗുണമാണ് വിഷയങ്ങളായിട്ട് പരിണമിക്കുന്നത്. മറ്റത് ചലനം, ഒന്നിൽ നിന്നൊന്നിലേക്ക് പോകുന്ന ഒരു സ്വഭാവം. ഒന്നിൽ പിടിച്ച് വേറൊന്നിലേക്ക് പോകും. ഇത് രണ്ടും കെട്ടടങ്ങി ശാന്തമാകുമ്പം എന്തു പറ്റും? കളങ്കമറ്റ നിന്റെ ആകാശം പോലും ദിനതുള്ളം അപ്പടിയ പിറമത്തൊണ്ടായി നിർവികൽപ്പ സമാധിയിലേ നിൽക്കും താനെ. ഈ നിർവികൽപ്പ സമാധിയിൽ വരുന്നതിന് ഉള്ള ഒരു സൂത്രവും ഇങ്ങനെതാണ്. അതായത് ആകാശം എന്ന് പറയുന്നത് നമുക്കറിയാം, കളങ്കരഹിതമായ ആകാശം എന്ന് പറയുന്നത് പോലെ ഒന്നുമായിട്ടും ആകാശത്തിൽ ഒന്നും തന്നെ പറ്റുന്നില്ല. ഇതുപോലെ ഒന്നും പറ്റാത്ത നിലയിലേക്ക് നമ്മുടെ ആ മനസ്സ്, അതാണ് ആ പരിണാമം, ആ സത്വഗുണ പരിണാമം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഈശ്വരത്വമാണ്. ഈശ്വരൻ തന്നെ അത് ആ ഈശ്വരത്വ നിലയിലേക്ക് മാറിക്കഴിയുമ്പോൾ അവർ പറയുന്നു ഈ നിർവികൽപ്പ സമാധി താനേ ഉണ്ടാവുകയാണ്. അതായത് അതിനൊരു ബലപരീക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ സമാധി ഇതിൽ വന്നു ചേരും. ഘനപരിണാമം ചലനം പോകും. ഘനവും ഈ പരിണാമം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ല, വിഷയങ്ങൾ ഓരോ ആകാരങ്ങൾ ധരിച്ചിരുന്ന ഒരു സ്വഭാവമുണ്ട് ഇതിന്. വൃത്തി എന്ന് വെച്ചാൽ ഓരോ ഒന്നിന്റെ ആകാരത്തെ ധരിക്കുന്നതാണ് ആ വൃത്തി. പരിണാമമാണ്, പരിണമിക്കുന്നതാണ്. ഇത് ചലനമെന്ന് ഉദ്ദേശിക്കുന്ന ഇത് ഒന്നിനൊന്ന് മാറി 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 പ്രദർശിപ്പിക്കുന്നതാണ്. ഇത് മനസ്സിലായിക്കോണം. ഇതാണ് ഈ രണ്ട് കാര്യമാണ് അവിദ്യ. ഈ അവിദ്യ ഇതിൽ നിന്ന് മാറിയാൽ മനസ്സിന്റെ യഥാർത്ഥ രൂപമായിരുന്ന സത്വഗുണത്തിൽ ജ്ഞാനം ഭദ്രമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ അവിദ്യയിലാണ്. അതുകൊണ്ടാണ് അജ്ഞാനം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അജ്ഞാനം ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതാണ് വാസ്തവത്തിൽ ഇതിനെ കെടുത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പൊ അതിൽ തന്നെ എല്ലാം ഉണ്ട്. മനസ്സ് സത്വസ്വരൂപം, മനസ്സിന്റെ യഥാർത്ഥ രൂപം സത്വഗുണമാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും കാരുണ്യവും ദയൊക്കെ ഉള്ളത്. പക്ഷെ അത് ഈ രജോഗുണ തമോ ഗുണങ്ങൾ കയറി വരുമ്പോൾ അത് ബാധിക്കുന്നു. അത് ബാധിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ അവിവേകം കൊണ്ടായിത്തീരും. അപ്പൊ അവിവേകം കൊണ്ട് അങ്ങനെ ആയിത്തീരുന്നതിൽ എപ്പോഴും നമ്മൾ വിവേകത്തോടെ അതിനെ മാറ്റാൻ ശ്രമിച്ച് ഇങ്ങനെ നിന്ന് വന്നാൽ അവർ പറയുന്നു ആ സത്വഗുണം തന്നെ അധികരിച്ച് അങ്ങനെ നിൽക്കും. ഈ ശ്രവണമെന്ന് ഉദ്ദേശിക്കുന്നത് കൃഷ്ണ എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ്? വിവേകത്തെയാണ് ശ്രവണം എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ ഉപദേശിക്കാനൊന്നും ആരും ആയിട്ടില്ല, അതിന് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ സ്വരൂപമായിട്ട് എപ്പോഴും അജ്ഞാനികളുടെയും ജ്ഞാനികളുടെയും ഉള്ളം തന്നിൽ അന്തരത്തിൽ ഇരിക്കേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്
ഈ രജോഗുണ തമോ ഗുണങ്ങൾ ഇതില് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതൊരു ആവരണമാണ്. ഇതാണ് ഒരു ആവരണമായിട്ട് ഇതിനെ മറച്ചതുപോലെ നിൽക്കുകയാണ്. ഇതിനെ മാറ്റാനുള്ള ഉപായങ്ങളെയാണ് വേദം നമുക്ക് പറഞ്ഞത്. അത് തന്നെയാണ് വിവേകം. വിവേകാനന്ദൻ സ്വാമിയുടെ പേര് തന്നെ അതാണ്, വിവേകാനന്ദൻ. വിവേകം കൊണ്ടാണ് അതിന്റെ സംഭവിക്കുന്നത്. വിവേകം ബ്രഹ്മത്തെ അല്ല ഉപദേശിക്കുന്നത്. ബ്രഹ്മോപദേശം ആരും ഇല്ല ഇവിടെ ലോകത്ത്. പറയുന്നത് പറഞ്ഞില്ലേ, എന്തോന്ന് ഉപദേശാന്തിതേ ജ്ഞാനം എന്ന് പറഞ്ഞെങ്കിലും ഉപദേശാന്തിതേ അജ്ഞാനം എന്നാണ് പിന്നീട് പറഞ്ഞത്. തദ്വൃത്തി പ്രതിപാദേന പരിപ്രശ്നേന സേവയ ഉപദേശാന്തിതേ അജ്ഞാനം ജ്ഞാനിന തത്വദർശിഭി. തത്വദർശികളായിരിക്കുന്ന ജ്ഞാനികൾ അങ്ങനെയാണ് അത് ദർശിക്കുന്നത്. എങ്ങനെ? ഈ അജ്ഞാനത്തിൽ തന്നെയാണ് ഉപദേശിക്കുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അകപ്പെട്ടിരിക്കുന്ന ഒരു നില ഇതിങ്ങനെയാണ്. അതിന്റെ ആ വിവേകം കൊണ്ട് അതിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത് ഗുരു. അങ്ങനെ ഉണർത്തി വരുമ്പോൾ മനസ്സ് പാകപ്പെടും. മനസ്സ് ഈ പറഞ്ഞ കണക്ക് ആ സത്വഗുണം അധികരിച്ച് നിന്ന് ആ സമാധി ഏർപ്പെട്ട് നിൽക്കും. ഈ മനസ്സിന് ഒരു വിഘ്നവും ഇല്ലാതെ ഈ തന്റെ ആ ജനന മരണ സംസാര ദുഃഖത്തിൽ ഒഴിക്കാനുള്ള ഒരു കഴിവുണ്ട്. പറഞ്ഞില്ലേ, ഈ ജീവന് മോക്ഷം അടയണമെങ്കിൽ ഈ ജീവൻ ഈശ്വരനാകണം. ഈശ്വരനാകേണ്ടതിന്റെ അനിവാര്യത എന്താണ് സുരേഷ്? പ്രാരബ്ധം അനുഭവിക്കുമ്പോൾ അത് കർമ്മം പറ്റാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജ്ഞാനം ഉണ്ടായിരിക്കണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതാണ് സത്വഗുണം തന്നെയാണ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ സത്വഗുണത്തിൽ നിന്നുകൊണ്ട് എല്ലാം ക്ഷമിക്കുക, സഹിക്കുക, ഓർക്കുക, അല്ലെങ്കിൽ ഇതിനെല്ലാം മേളിലായിട്ട് നിൽക്കുക, എല്ലാത്തിനെയും ഉയർന്നു നിൽക്കുന്ന ഒരു നിലയാണത്. വാസ്തവത്തിൽ അതാണ് കറക്റ്റ്. ഒരു പിതാവിനെ പോലെ തന്റെ കുട്ടികളെ അവരെന്ത് ചെയ്താലും മുഖത്തോട് മൂത്രമൊഴിച്ചാലും വളരെ സന്തോഷത്തോടു കൂടി അതിനെ നോക്കിക്കാണുന്ന പോലെ എന്ത് തന്നെ ചെയ്താലും അതിലൊന്നും ഒരു വിരോധമോ അങ്ങനെ ഒന്നുമില്ലാത്ത നിലയിലേക്ക് ഉയർന്ന ഒരു നില ആണ് ജ്ഞാനികൾക്കുള്ളത്. അതിന് കാരണം എന്താണ്? ഈശ്വരത്വം അതിൽ വന്നുപോയി. ഈശ്വരനാണ് അവര്. വാസ്തവത്തിൽ അവർ ഈശ്വരനാണ്. അപ്പൊ ജീവന് ആ ഈശ്വരത്വം വരുത്തി വെച്ചാലല്ലാതെ ഈ കർമ്മം അനുഭവിച്ച് തീർക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു, ഈ ഈശ്വരത്വം എന്ന് പറയുന്നതിന് ഒരു ചില പര്യായങ്ങൾ പറഞ്ഞതാണ്. സ്നേഹം, കരുണ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു. ഇത് തന്നെ ഉണ്ടാവില്ല. ഗുരുദേവൻ പാടിയിരിക്കുന്ന കരുണാവാൻ നബി മുത്തുരത്നമോ. കരുണാവാൻ നബിയെ പറ്റി ആളുകൾ പലതും പറയുന്നെങ്കിലും നമുക്ക് ഗുരുക്കന്മാർ പറഞ്ഞതിനെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഗുരുക്കന്മാർ നാരായണ ഗുരുദേവൻ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറഞ്ഞെങ്കിൽ എന്തോ അല്ലേ? നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ. നമുക്ക് ഇവര് പറയുന്നതല്ലാതെ ഇപ്പൊ ലോകം പറയുന്നത് കേട്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്ന അല്ലേ പ്രസന്ന? പക്ഷെ ലോകം പറയുന്നത് പറഞ്ഞ് വിശ്വസിക്കാം. പക്ഷെ അത് ജ്ഞാനികളായിരിക്കണം. അറിവുള്ള ആളുകൾ പറയുന്നത് വിശ്വസിക്കാം. മറ്റതൊന്നും വിശ്വസിക്കാൻ പാടില്ല. എല്ലാം ഡിപ്ലോമസിയാണ്. അപ്പം ആ കാരുണ്യത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിൽ ഈശ്വരത്വം ഉണ്ടായതാണ്. കൃഷ്ണദേവനെ പറ്റി പറയുന്നു സ്നേഹത്തിന്റെ പ്രതിരൂപമാണ് കൃഷ്ണൻ. എന്നുവെച്ചാൽ ആ ജ്ഞാനം അടഞ്ഞെന്നും അതിലേക്ക് വന്നു വന്നു ഈശ്വരത്വത്തിലേക്ക് വന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മുടെ മഹത്തുക്കളെല്ലാം ആ ഈശ്വരത്വത്തിൽ വന്നവരാണ്. ആ ഈശ്വരത്വത്തിൽ വന്നതുകൊണ്ടാണ് അവർക്ക് ആളുകളോട് അനുകമ്പയും ദയയും ഉണ്ടായത്. അതുകൊണ്ടാണ് അവർ ഉപദേശിച്ചത്. അല്ലെങ്കിൽ ഉപദേശിക്കുക സുരേഷ്, അവർക്ക് തോന്നിയ അവർക്ക് ഒരു ജീവകാരുണ്യം, ഒരു അനുകമ്പ, ഒരു ദയ, ഇതൊക്കെ അവരിൽ നിന്ന് ഉണ്ടായതോ. അല്ലെങ്കിൽ അവർ മൂർഖന്മാരായി ഇരിക്കലേ ഉള്ളൂ. ക്രമം അതാണ് ഈശ്വരത്വം. ഈശ്വരത്വത്തിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ജീവന് മുക്തി നില കൈവരിക്കണമെങ്കിൽ അവന് ആ ഈശ്വരത്വം അതിൽ വരണം. അതിന് പറഞ്ഞു മനസ്സ് സത്വസ്വരൂപം. മനസ്സിന്റെ യഥാർത്ഥ രൂപം സത്വഗുണമാണ്. ഈ സത്വഗുണം ഇപ്പൊ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ രജോ ഗുണ തമോ ഗുണങ്ങൾ വന്നു ചേർന്നതാണെങ്കിലും അതിന് ആധിപത്യം കൂടിപ്പോയി. എല്ലാവരുടെയും ഹൃദയത്തിൽ ഇതിന് ആധിപത്യം കൂടിപ്പോയി. ഇതാണ് പോലും നമ്മളെ രക്ഷിക്കുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇതിൽ ഉണ്ടായിരുന്നു. അപ്പൊ മഹത്തുക്കളെ പറഞ്ഞു തന്നു, രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവനം ധരിക്കുക എന്നുള്ളതാണ്.
അല്ലാതെ നിന്റെ ശരീരത്തെ രക്ഷിക്കുക എന്നുള്ളതല്ല പ്രധാനം. ജീവനെ ഉദ്ധരിക്കുക എന്നുള്ളത് അതാണ് പരമപ്രധാനം. അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞു, മനസ്സിന്റെ ഈ സത്വഗുണം നഷ്ടപ്പെട്ടു പോയ ആ സത്വഗുണത്തെ നീ തിരിച്ചു പിടിക്കണം. എത്ര വില കൊടുത്തും തിരിച്ചു പിടിക്കാനാണ് പറയുന്നത്. അതിലൊരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാം, ഒരു ശരീരം പോകുന്ന ഒരു നിലയിലേക്ക് പോലും പോയേക്കാം. എന്നാലും കാര്യമാക്കാതെ ഇതിനെ ചെയ്ത് ആചരിച്ചു വന്ന ഒരു വലിയ ഒരു പരമ്പരയുടെ ശിഷ്ടങ്ങളാണ് നമ്മൾ. അതാണ് ഭാരതീയ സംസ്കാരം. അല്ലെ, എന്തുമാത്രം മഹത്വങ്ങൾ എന്തെല്ലാമാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ. നമുക്കിപ്പം പറയും, ഈ പറയുന്ന പണ്ട് കാലങ്ങളിലെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഉടനടി തന്നെ അഗ്നിപ്രവേശനം ചെയ്യും. നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന അതൊക്കെ വലിയ പാതകങ്ങളെന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ തെറ്റിദ്ധാരണ. അതാണ് തെറ്റിദ്ധാരണ. ഇതൊക്കെ അങ്ങനെ ആചരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം സാക്ഷാത്കാരനാണോ. എന്നിട്ട് ഈ ജനന മരണ സംസാര ദുഃഖത്തിന്റെ അറിവിയാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ വന്നത് അതിനു വേണ്ടിയാണ്. നമ്മൾ ഈ ശരീരത്തെ എന്നെന്നും ഒരുപോലെ നിലനിർത്താൻ ഉള്ള കാര്യമൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. നമുക്കതില്ല, നമ്മുടെ ലക്ഷ്യമല്ല അത്. ഇത് ലക്ഷ്യം ആരുടെയാണെന്നറിയോ സുരേഷ്? ഇത് ഈശ്വരന്റെ ലക്ഷ്യമാണ്. ഈശ്വരൻ ഈ ജീവിയെ ആ മുക്തി പര്യന്തം നിലനിർത്താനായിട്ട് കൊടുത്തതാണ് ഈ ശരീരം. ആ ശരീരം നോക്കേണ്ട കർത്തവ്യം ആർക്കാണ്? ഈശ്വരന് മാത്രമാണ്. ഈശ്വരൻ്റെതാണത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം യോഗക്ഷേമം ഭവാമ്യം എന്ന് പറയുന്നില്ലേ. ഇതെല്ലാം നിർവഹിക്കുന്ന ഈശ്വരനാണ്. ഈശ്വരന് വിട്ടുകൊടുക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെല്ലാം കൂടെ നീ ഈശ്വരന് തന്നെ സമർപ്പണം ചെയ്യുക. ഈശ്വരനാണ് ഇത് തന്നത്, ആ ഈശ്വരന് തന്നെ നീ സമർപ്പണം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഈശ്വരന് യോഗക്ഷേമം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് നിയമമാണ്. പക്ഷേ ഇതിനകത്തിരുന്നു കൊണ്ട് ആ ജീവനെ ഉദ്ധരിക്കുക എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ചെയ്തെടുക്കാം. അതിന് ഈശ്വരന് പറ്റില്ല. ഈ ഒരു കാര്യം നമുക്ക് മാത്രമേ പറ്റൂ, ഓരോരുത്തർക്കും പറ്റൂ. അതിന് കാരണം അവന്റെ അജ്ഞാനം എന്താണെന്ന് അവനെ അറിയാവൂ. ഇത് ഗുരുവേദാന്ത ശാസ്ത്രങ്ങളിൽ നിന്നും സംശീകരിച്ച ആ വിവേകത്തോടുകൂടി നിലകൊണ്ടാൽ മതി. ഈ ദുർഗൽപ്പ സമാധി ഉണ്ടാവും. ഇതുവഴി ആ പറഞ്ഞ ഇത് അറ്റുപോകും. ഈ കർമ്മം അറ്റുപോയി. ഈ സഞ്ചിത കർമ്മം അറ്റുപോകുന്നതിനെയാണ് ജ്ഞാനം ഉണ്ടായെന്ന് പറയുന്നത്. ഒരാൾ ജ്ഞാനവാനായി എന്തുകൊണ്ട്? എങ്ങനെയാണ്? ആ കാരണശരീരം എരിഞ്ഞു പോയതാണ്. എല്ലാത്തിനും കാരണമായിരുന്ന ശരീരമാണ് കാരണശരീരം. ഈ കാരണശരീരത്തിൽ നിന്നാണ് സ്ഥൂലവും സൂക്ഷ്മമായ രണ്ട് ശരീരങ്ങൾ പൊന്തി വന്നത്. അപ്പൊ കാരണശരീരം എരിഞ്ഞാല് ഈ അതിൽ നിന്ന് പൊന്തി വന്ന സ്ഥൂലവും സൂക്ഷ്മമായ ശരീരങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഇതുണ്ടോ, നിലനിൽപ്പുണ്ടോ? എരിഞ്ഞുപോയി. അതും എരിഞ്ഞുപോയി. അതെങ്ങനെയാന്ന് പറയുന്നത്, വൃക്ഷത്തിന്റെ 4 പേര് അറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പച്ചിലേക്ക് അങ്ങനെ തന്നെ ചിലപ്പോൾ നിൽക്കും, മരവും അങ്ങനെ നിൽക്കും. പക്ഷെ അത് പട്ടുപോയി. ഇതുപോലെയാണ് ജ്ഞാനം അടയുന്നത്. മഹത്തുക്കൾ ജ്ഞാനം അടഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. കാരണം അവരർത്ഥത് 4 പേരിനെയാണ്. അതാണ് കാരണശരീരം, അജ്ഞാനം, കാരണശരീരം നശിപ്പിച്ചോളൂ. അതോടുകൂടി തന്നെ അവർ ജ്ഞാനം അടഞ്ഞു കഴിഞ്ഞു. അവരെന്താണോ ഈ ജീവിതം കൊണ്ട് സാധിക്കേണ്ടത് അതിനെ സാധിച്ചവരെയാണ് പറഞ്ഞത് ജ്ഞാനികൾ. അത് കഴിഞ്ഞ് പിന്നെ ഈ സങ്കല്പമല്ലേ സുരേഷ്, സങ്കല്പമല്ലേ ഈ ലോകം, ഈ സങ്കല്പമല്ലേ ജീവിതം, സങ്കല്പമല്ലേ നമുക്ക് വൈരികള്, സങ്കല്പമല്ലേ സ്നേഹിതന്മാര്, സങ്കല്പമല്ലേ എല്ലാം. നോക്കൂ, ഇതിലെന്തെങ്കിലും സങ്കല്പത്തിന് ഒഴിച്ചുണ്ടോ എന്തെങ്കിലും? പക്ഷെ സങ്കല്പത്തിന് അതീതമായിരിക്കുന്നു ഈ ആത്മാ. അതിനെ സങ്കല്പിച്ചുണ്ടാക്കാനോ നശിപ്പിക്കാനോ ഒന്നും പറ്റില്ല. ഇതിനെ തിരിച്ചറിയുന്നത്, ഈ യാഥാർത്ഥ്യത്തെ നമ്മളെ ബോധിപ്പിക്കാനാണ് ശ്രുതി ശ്രമിക്കുന്നത്. ശ്രുതിക്ക് വേറെ ഒരു ഉദ്ദേശവുമില്ല. ശ്രുതിക്ക് നീ വാസ്തവത്തിൽ നീ അറിയുന്നില്ല നീ മുക്തനാണെന്നുള്ള കാര്യം. നീ മുക്തനാണെന്നുള്ള കാര്യം അറിയിക്കുക എന്നുള്ളതാണ് ശ്രുതി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മുക്തി നില കൈവരിക്കാൻ നീ കുറെ പ്രയത്നങ്ങൾ ചെയ്യണമെന്ന് പറയാനല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും മുക്തസ്വരൂപം. അല്ലാണ്ട് ആത്മാവെന്ന് വെച്ചാൽ മുക്തി രൂപത്തെയാണ് പറയുന്നത് ആത്മാവെന്ന്. എല്ലാവരും ആത്മസ്വരൂപികളാണ്. ആത്മസ്വരൂപികളെന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ബ്രഹ്മസ്വരൂപികളെന്ന് പറയും. രണ്ടും ഒന്നും തന്നെ.
മനസ്സിലായിക്കോളൂ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയ എക്സ്ട്രാക്ട് ചെയ്ത് എന്താണ്? മനസ്സിന്റെ ഈ സത്വഗുണത്തിന്റെ നഷ്ടമാണ് പോലും നമുക്ക് അജ്ഞാനികളാവാൻ കാരണമായിരുന്നത്. ആ മനസ്സിനെ തിരിച്ചു പിടിക്കണം. യഥാർത്ഥ മനസ്സ് സത്വസ്വരൂപം, മനസ്സ് സത്വസ്വരൂപം. ആ എപ്പോഴും ആ ലാളിത്യത്തില്, ആ സ്നേഹത്തിൽ, കാരുണ്യത്തില് ഇങ്ങനെ നിലനിർത്തി തന്നെ പോകണം. എന്ത് തന്നെ സംഭവിച്ചാലും ഈ ഗുണങ്ങൾ മാറ്റരുത്. ഈ പറയുന്ന ഈ കാരുണ്യമോ ദയയോ സ്നേഹമോ മാറിക്കൊള്ളു. അങ്ങനെ നിങ്ങൾ പരിശീലിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇതിനെവിടെ പറയുന്നത് തനത് സന്മാർഗത്തെ വിടാമലിരുന്ന പോത്. സന്മാർഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇണക്കാം. പക്ഷേ പ്രധാനമായിട്ടും ശ്രവണമാണ്, മനനമാണ്, നിധ്യാസനമാണ് ഇതിൽ സന്മാർഗം. ശ്രവണം എന്ന് പറയുമ്പോൾ വേദപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം. അപ്പോൾ കേൾക്കുന്നതിന് തടസ്സം എന്താണ് സുരേഷ്? കേൾക്കുന്നതിന്റെ തടസ്സം ശ്രദ്ധയില്ലായ്മയാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നാണ്. രണ്ടാമത് കേട്ട കാര്യങ്ങളെ നല്ലതുപോലെ വിചാരം ചെയ്യണം, മനനം ചെയ്യണം. മനനത്തിന്റെ കുറ്റം എന്താണ്? വിചാരമില്ലായ്മയാണ്. മൂന്നാമത് ഇതിന് നിധ്യാസനം ചെയ്യണം. അതാണ് നിധ്യാസനത്തിന്റെ കുറ്റം എന്ന് പറഞ്ഞാൽ നിശ്ചയമില്ലായ്മ. അപ്പോൾ ഒരു ധാരണ ഇതിലൂടെ ഉണ്ടായ ധാരണയിൽ അങ്ങനെ ഇരിക്കുന്നതിനെയാണ് നിധ്യാസനം എന്ന് പറയുന്നത്. ഇതിൽ ഉരുത്തിരിഞ്ഞ ഒരു ധാരണയുണ്ട്. അത് വെളിപ്പറയാൻ പറ്റുന്നതല്ല സുരേഷ്. പലതും വെളിപ്പറയാൻ വെക്കുന്ന കാര്യങ്ങൾ ഇല്ല ഇതിൽ. ഇത് അലൗകികമായ ഒരു ആത്മതത്വമാണ്. ഇത് തൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിയാനുള്ള അതീവ രഹസ്യമാണ്. അങ്ങനെ രഹസ്യമായിട്ട് ഇതിനെ അറിയാൻ ആയിട്ട് നിലകൊള്ളുന്നവരെയാണ് ഈ ബ്രഹ്മാഭ്യാസികളെന്ന് പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അവർക്ക് പുറമില്ല, വാസ്തവത്തിൽ വെളിയില്ല, അവർക്ക് അകമേ ഉള്ളൂ. ഉള്ളിലാണ് നോട്ടം. കാരണം എന്താണ്? വാസനയാണ് ഈ ലോകമായിട്ട് പിരിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വേദം പറഞ്ഞു കൊടുത്തവർക്ക് ഇതെല്ലാം വാസനകളാണ് ലോകമായിട്ട് നിൽക്കുന്നത്. ഇതിൽ തോന്നിയ ഇഷ്ടവും അനിഷ്ടവും എല്ലാം വാസനയുടെ സങ്കല്പ പ്രകട രൂപങ്ങളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ താനല്ലാതെ ഒന്നുമില്ല. തന്നിൽ നിന്ന് അന്യമായി വരുന്നതിനെ അനാത്മാവായിട്ട് പറഞ്ഞു. അതെല്ലാം സങ്കല്പം മാത്രം. സങ്കല്പത്തെ വിട്ടാൽ ഈ ലോകത്തെ കണ്ടവർക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ സങ്കല്പം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു പ്രകടമായി ഇരുന്ന ആത്മതത്വത്തെ അറകുറയായ ഉണർന്നിരിക്കുന്ന നിലയാണ് അജ്ഞാനമായിട്ട് പറയുന്നത്. അതായത് പൂർണ്ണമായി ഉണരാതെ ഒരു അവ്യക്തമായി തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിലയാണ് ഈ അജ്ഞാനം. തന്നെ അറിയാതെ തന്നെ ഇരിക്കുന്നത്. എല്ലാവരും തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു, പക്ഷെ പൂർണ്ണമായി അറിയുന്നില്ല. ഇവർ പറയുന്ന സ്വരൂപജ്ഞാനികളായിട്ട് എല്ലാവരും ഇരിക്കുന്നു എന്നാണ്. വേദം ഇതിനെ പറഞ്ഞിരിക്കുന്ന സ്വരൂപജ്ഞാനികളാണ്. വൃത്തിജ്ഞാനം ആരിലും ഇല്ല. വൃത്തിജ്ഞാനമാണ് ഈ പറഞ്ഞ നിറമായി അറിഞ്ഞിരിക്കുന്ന ഒരു നിലയാണ് വൃത്തിജ്ഞാനം എന്ന് പറയുന്നത്. സ്വരൂപജ്ഞാനം എന്ന് വെച്ചാൽ അതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ എന്തോ ഒരു ഇതുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ജ്ഞാനമുണ്ടോ എന്നുള്ളതിൽ സംശയമില്ലാത്ത. രമണ ഭഗവാനെ കാണാൻ ഒരിക്കൽ ഒരാൾ പോയ കാര്യം പറഞ്ഞതാണെന്ന് തോന്നുന്നു. സ്വാമി യഥാർത്ഥത്തിൽ ഈശ്വരനുണ്ടോ സ്വാമി എന്ന് ചോദ്യം ഇത്രയേ ഉള്ളൂ. അപ്പോ സ്വാമി പറഞ്ഞ് അതിരിക്കട്ടെ, നീ ഉണ്ടോ എന്ന് ചോദിച്ചു. സ്വാമി രണ്ടാമത്തെ ചോദ്യം, നീ ഉണ്ടോ? ഉണ്ട് സ്വാമി, ഞാൻ ഉണ്ട്. നീ ഉണ്ടല്ലോ, നീ അത് സമ്മതിക്കുന്നുവല്ലോ, വലിയ കാര്യമായിരുന്നു. കാരണം നീ ഉണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. ശരിക്കും അത് അതിന്റെ ശരിയായ രൂപത്തിൽ ബോധ്യപ്പെട്ടാൽ അത് തന്നെയാണ് ആത്മാ, അത് തന്നെയാണ് ഈശ്വരൻ, അല്ലേ? നീ ഉണ്ടെന്ന് നിനക്ക് ബോധ്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നീ ഉണ്ടോ, നീ യഥാർത്ഥത്തിൽ നീ ഉണ്ടോ? ഇതൊക്കെ ഇവിടെ ഏത് തലത്തിൽ നിന്നാണ് ചോദ്യം മനസ്സിലായിക്കോളൂ. ഇത് സാധാരണ ചോദ്യങ്ങളല്ല. ഇതൊന്നും പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിപ്പോകും. അവരുടെ ചോദ്യമാണ് നീ ഉണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അല്ലാതെ ഈശ്വരനുണ്ടോ ഇല്ല എന്ന് പറയണില്ല. ഞാനുണ്ട് സ്വാമി എന്ന് പറഞ്ഞു. ആ നീ ഉണ്ടല്ലോ, ഉറപ്പാണല്ലോ, ഉറപ്പ് തന്നെ. എന്താ പറയാനുള്ളത്? നീ ഉണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ അത് ആരാണ്?
നീ ആരാണ്? അത് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചാൽ നീ ആത്മാവാണെന്ന് അറിയാൻ സാധിക്കും. അത് വാസ്തവത്തിൽ ഈ ആത്മാവിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതേ ഉള്ളൂ. അപ്പൊ അല്ലാതെ ഇയാൾ ചോദിക്കുന്നതാണെങ്കിൽ ഏതോ ഇങ്ങനെ ഒരു ഈശ്വരനുണ്ടോ എന്നുള്ള ചോദ്യം, അതിനല്ല മറുപടി. അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം ഇതിന് വേണ്ടത് എന്താണ്? അദ്ദേഹം മനസ്സിന് നമ്മുടെ സൂക്ഷ്മ ബുദ്ധികൾ, ആ സൂക്ഷ്മ ബുദ്ധിയെ ഭംഗപ്പെടുത്തുന്നത് മനസ്സാണ്. മനസ്സിലെ ഈ സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങളെന്ന് വെച്ചാൽ യഥാർത്ഥം അല്ല ഒന്നും, ഒരു സങ്കല്പമാണ്. ഈ ലോകത്തെ പറ്റി, ഈ ലോകം തന്നെ വാസ്തവത്തിൽ ഒരു സങ്കല്പത്തിൽ ഉയർന്നു വന്നിരിക്കുന്നതാണ്. ഇത് ഈശ്വര സങ്കല്പം എന്ന് പറയാം. തന്റെ ഉള്ളിലിരിക്കുന്ന രാഗദ്വേഷ പദമത്സരങ്ങളെല്ലാം ആ ജീവസങ്കല്പങ്ങളാണ്. സങ്കല്പ ത്യാഗാവതീഭൂതമായിട്ട് ആത്മാവിരിക്കുന്നതിനെ ദർശിക്കാം. സങ്കല്പ ത്യാഗാവതീഭൂതം ഇത് ഇരിക്കുന്നിടത്തോളം ആത്മാവ് ദർശിതമാവില്ല. ആ സൂക്ഷ്മതയില്ല ഇതിന്. ആ സൂക്ഷ്മത കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാം പ്രധാന കർത്തവ്യമാണ്. അത് സൂക്ഷ്മപ്പെട്ട ദേശനൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ല. മനസ്സ് സൂക്ഷ്മപ്പെട്ട്. പക്ഷെ അപ്പോഴും രാഗദ്വേഷങ്ങളുടെ ഒരു വിളനിലമായിട്ട് മനസ്സിരിക്കും. അതറിയുന്നില്ല. സൂക്ഷ്മപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം രാഗദ്വേഷ മതമത്സരങ്ങളെ ഇല്ലായ്മ ചെയ്യാന്നാണ്. അല്ലാതെ വേറെ സൂക്ഷ്മത ഇതിലില്ല, വേറെ ഒന്നും ഇല്ല ഈ സൂക്ഷ്മത. ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് അറിഞ്ഞുകൊണ്ട് പലരും, അറിവുള്ളവർ പോലും ഇതിൽ ഭ്രമിച്ചിരിക്കുന്നു എന്നാണ് വേദവും പറഞ്ഞിരിക്കുന്നത്. വേദത്തിന് ഈ പറഞ്ഞു കൊടുത്തെങ്കിലും ഇവൻ അത് കാണുന്നില്ലല്ലോ, അതിന്റെ ആഴം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് അത് എപ്പോഴും ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ആ വേദവും ഇരിക്കുകയാണ്. നമ്മളെ പറഞ്ഞു കൊടുത്ത ഒന്ന് വേറെന്തോ മനസ്സിലാക്കി അത് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതാണ് പൊതു താല്പര്യം. ഇതാണ് മനസ്സിനെപ്പോഴും സത്വഗുണത്തിൽ നിലനിർത്തുക. അതിന് ക്രിസ്തുദേവൻ പറഞ്ഞു, സ്നേഹത്തിലെല്ലാം ലോകത്തിലെ സ്നേഹത്തോടുകൂടി കാണുക, കാരുണ്യത്തോടുകൂടി കാണുക. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ഉപായങ്ങൾ മാത്രമാണ്. പക്ഷെ ആ ഉപായങ്ങളെ കൊണ്ട് ആർക്കും നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത് ജ്ഞാനം അടയാതെ പറ്റില്ല. അതുകൊണ്ട് ഇത് ശീലിച്ചുകൊണ്ട് നമ്മൾ തത്വവിചാരം ചെയ്ത് ഈ ജ്ഞാനത്തെ അടയണം. എങ്കിൽ മാത്രമേ ഇതിന് നിലനിൽക്കുള്ളൂ. മറ്റതൊക്കെ സ്നേഹവും വിരോധവും ഇതൊക്കെ അതിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി തിരിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും. കാരുണ്യവും ജ്ഞാനമടയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ആ പദ്യം എങ്ങനെ അവസാനിപ്പിച്ചു? 18. കളങ്കമറ്റ കണ്ണാടി തന്മുൻ വേറോർ കളങ്കമറ്റ കണ്ണാടി കാട്ടുമ്പോത് വിളങ്ങിയ തന്മയമാകി അഭേദമാകി വികല്പമിണ്ടി നിർവികല്പം അനാർപോല അളന്തറിയപ്പെടാ വിവുവായി ചത്തായി ചിത്തായി ആനന്ദമാ പിറമത്ത് ഐക്യമാന മനം ഉളം തെളിന്തപടി ഇരുന്നാൽ ഉലകമെങ്കെ ഉലൈവെങ്കെ എന്ന് ശങ്കയൊഴുത്തിടായി. കളങ്കമറ്റ കണ്ണാടി തന്മുൻ വേറോർ കളങ്കമറ്റ കണ്ണാടി കാട്ടുമ്പോത് വിളങ്ങിയ തന്മയമാകി അഭേദമാകി വികല്പമിன்றി നിർവികല്പമാനാർ പോലെ അളന്തറിയപ്പെടാ വിഭുവായി ചത്തായി ചിത്തായി ആനന്ദമാം പിറമത്തൈക്യமான ഉളം തെളിന്തപടി ഇരുന്നാൽ ഉലകമെങ്കെ ഉലൈവെങ്കെ എന്ന് ശങ്കை ഒഴിത്തിടായേ. കളങ്കമറ്റ കണ്ണാടി തന്മുൻ, നിർമ്മലമായ ഒരു ദർപ്പണത്തിനെതിരെ വേറോർ നിർമ്മലമായ മറ്റൊരു കണ്ണാടിയെ കാണിക്കുമ്പോൾ വിളങ്ങിയ തന്മയമായി, നിർമ്മലമായ കണ്ണാടി മയമായി അഭേദമായി വികല്പമിன்றി നിർവികല്പമാനാൽ പോലെ നിർവികല്പമായതുപോലെ അളന്തറിയപ്പെടാ വിഭവായി അത്രയെന്ന് അറിയാൻ സാധിക്കാത്ത അത്ര വ്യാപകമായി സത്തായി ചിത്തായി സത്തായും ചിത്തായും ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ഐക്യമാന ഉള്ളം ഏകരസമായ അന്ധക്കരണം തെളിന്തപടി ഇരുന്നാൽ, തെളിഞ്ഞ വിധം നിന്നാൽ ലോകരൂപമായ പരിണാമമേത്, ചലനമുള്ളതാകുന്നതേത് എന്ന് ചങ്കയൊഴുത്തിടായി എന്നിങ്ങനെ നിശ്ചയിച്ച് ഇതു വിഷയമായുണ്ടായ സന്ദേഹത്തെ നീ ഒഴിക്കുക. ഉളം തെളിന്തപടി ഇരുന്നാൽ എന്നത് ആരുടെ പദവിയാകുന്നു?
ആരൂഢർക്ക് പ്രപഞ്ചത്തിന്റെ പരമാർത്ഥ പ്രതീതി അഭാവമായി പോകുന്നതിനാൽ അതിന്റെ പരിണാമവും അതിനെപ്പറ്റിയുള്ള ചലനവും അവരുടെ മനസ്സിലില്ല. അതിനാൽ ഉളം തെളിന്തപടി ഇരുന്നാൽ ഉലകമെങ്കെ അലൈവെങ്കെ എന്ന് ചങ്ങയൊഴുത്തിട എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് നമുക്കറിയാലോ. കൃഷ്ണ ഒരു നിർമ്മലമായ കണ്ണാടിയുടെ എതിരെ ഒരു നിർമ്മലമായ കണ്ണാടി കാണിച്ചാൽ ഉള്ള സ്ഥിതി എന്താണ്? ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോടാനും എത്ര പ്രാവശ്യം എന്ന് പറയാൻ പറ്റില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കും? ഇവര് പറഞ്ഞിരിക്കുന്ന നോക്കട്ടെ. വിളങ്ങിയ തന്മയമാകി, ഇത് രണ്ടും കൂടെ ചേർന്ന് തന്മയമാകി ഒന്നാകി, അഭേദമായി ഒരു വ്യത്യാസവുമില്ലാതെ, വികല്പമിഞ്ചി അഭേദമായി വികല്പമില്ലാതെ നിർവികല്പമാനാകും. ഇത് ഒരു നിർവികല്പ നിലയുടെ ഒരു ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അങ്ങോട്ട് വിളങ്ങി തന്മയമാകും, തന്മയമാകി വികല്പമിന്തി ഒരു വികല്പങ്ങളുമില്ലാതെ. സങ്കല്പം ഉണ്ടെങ്കിലാണ് വികല്പം ഉണ്ടാവുന്നത്. ഇവിടെ സങ്കല്പത്തെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വികല്പമിന്തി നിർവികല്പമാനാൽ പോലെ ഒരു വികല്പങ്ങളുമില്ലാതെ നിർവികല്പമായിട്ട് നിൽക്കുന്നത് പോലെ. ഈ രൂപത്തിലാണ് ഈ മനസ്സ് തന്മയമാകുന്നത്. നമുക്കറിയാം, ആത്മാവ് എന്ന് പറഞ്ഞ കളങ്കമറ്റ ഒരു കണ്ണാടിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ മനസ്സിനെയും കളങ്കമറ്റതായ ഒരു കണ്ണാടിയാക്കി മാറ്റിയാൽ, എന്നുവെച്ചാൽ സത്വഗുണ പ്രധാനമായി വരുന്നതിനെയാണ് പറഞ്ഞത് കളങ്കമറ്റ കണ്ണാടികൾ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അത് ഇത് പരസ്പരം എതിരെ വെച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും നിർവികല്പമായിട്ട് നിൽക്കുന്ന ഒരു നില ഏർപ്പെടുന്നതാണ്. ഇപ്പോൾ ഐക്യപ്പെടുമെന്നൊക്കെ പറയും. വേദത്തിൽ പല രൂപത്തിലാണ് ഈ ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ സ്വാമി ഇങ്ങനെ ഒരു രൂപത്തിൽ പറഞ്ഞേക്കുക, ജീവബ്രഹ്മങ്ങളുടെ ഐക്യമാണ് നിർവികല്പമായി നിൽക്കും എന്നർത്ഥം. ഇതുപോലെയാണ് മനസ്സ് സത്തായി ചിത്തായി ആനന്ദമായി അത് ഒന്നായി ഒരു കോമ്പൗണ്ടായിട്ട് നിർവികല്പമാനാൽ പോലെ ഇരിക്കുന്ന ഈ അന്ധക്കരണത്തിൽ എങ്ങനെയാണ് പിന്നീടൊരു ചലനം, അതുപോലെ പിന്നീടൊരു പരിണാമം ഒക്കെ ഉണ്ടാവുന്നതെന്നാണ് നീ ചോദിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ശങ്കൈ, അങ്ങനെയുള്ള സംശയത്തെ നീ മാറ്റിക്കളയും. കാരണം ഇതെല്ലാം ഒപ്പോയി. മനസ്സ് സത്വഗുണമാകുന്നതിന് വേറൊരർത്ഥത്തിൽ പറയണമെങ്കിൽ ജ്ഞാനമടഞ്ഞു എന്ന് പറയാം. അതാണ് മനസ്സിന്റെ സത്വഗുണം. ഇതാണ് നമ്മൾ പറയില്ലേ, ഈ സത്വഗുണമാണ്. സത്വഗുണത്തെ വിടണ്ട, പക്ഷെ വസ്തു ഗുണാതീതമാണ്. ഇത് നമുക്ക് സ്വാമി പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞുതരാം. സ്വാമി പറയുന്നു, ഈ ഗുണാതീതമാണ് വസ്തു എങ്കിലും ഈ സത്വഗുണ ആധിക്യം എന്ന് പറഞ്ഞ ഗുണാതീതമാണ്. സ്വാമിയുടെ അഭിപ്രായം സത്വഗുണത്തിന്റെ ആധിക്യം. അപ്പോൾ നമ്മൾ ആ പരമമായ സത്വഗുണം പറഞ്ഞ ഗുണരഹിതമായ ഗുണ അതീതമായ ബ്രഹ്മമാണ്. ഇതൊക്കെ ഒരുപാട് ചില ക്ലൂസ് ഒക്കെ മഹത്വങ്ങൾക്ക് തരും. അവർക്കേ ഉള്ളു തരാൻ പറ്റുള്ളൂ, എല്ലാവർക്കും പറ്റില്ല. മനസ്സിലായില്ലേ? എല്ലാം ഒരുക്കി വെച്ചിട്ട് യുദ്ധം അങ്ങ് തുടങ്ങണം. അത്രയേ ഉള്ളൂ. കാര്യം വേറെ എല്ലാം അറിയണം. എല്ലാം അറിഞ്ഞ് തേർ നടത്തുവരല്ലോ നല്ല തേരാളി. അല്ലാതെ എന്തെങ്കിലും അല്പം അറിഞ്ഞത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടരുത്. ഇതിന്റെ വഴിയാൻ വേണം ഇതെല്ലാം അറിയണം. എന്താണ് ഇത്? പല രൂപത്തിൽ വേദത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മഹത്തുക്കളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരേ കാര്യത്തെ വ്യത്യസ്തമായ അവരുടെ സാഹചര്യങ്ങൾക്കൊക്കെ അവർ പറഞ്ഞു വെച്ചിരിക്കണം. പക്ഷെ ഇതെല്ലാം ഒന്നാണ്. അങ്ങനെ ഇതിനെ ഒന്നായി അറിയാനുള്ള ശേഷി നമുക്ക് ഉണ്ടായി വരുന്നതിനെയാണ് പറയുന്നത് പാകലമെന്നത്. മറ്റേ ഗീതയെ കുറ്റം പറയും, പുരാണത്തെ കുറ്റം പറയും,
കൈവല്യത്തെയാണെ കുറ്റം പറയും. ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കളിക്കാനേ പറ്റും. ഇതെല്ലാം ഒന്നാണെന്ന് ആർക്ക് കാണാൻ കഴിയുന്നു അവൻ ജ്ഞാനിയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ജ്ഞാനി. അവരൊന്നുമില്ല. ആ എഴുത്തച്ഛൻ പറഞ്ഞതും ആ പൂന്താനം പറഞ്ഞു വെച്ചിരിക്കുന്നതും താണ്ഡവരായവർ പറഞ്ഞു വെച്ചിരിക്കുന്നതും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കുന്നതും എല്ലാം ഒന്നാണ്. ഒരു ശകലം പോലും ഒരിടവും വ്യത്യാസമില്ല. ഇതാണ് അതിനകത്തുള്ള കണ്ടെത്തൽ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കണ്ടെത്താൻ സാധിക്കും. 19 കൂടെ വായിച്ചിരുന്നത് ഇതിന്റെ ആശയം പിടികിട്ടിയ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നിർവികൽപ്പ സമാധി എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഈ മനസ്സിൽ കാപഠ്യങ്ങൾ പിന്നെ കളങ്കമറ്റിരിക്കണം. ആത്മാവ് കളങ്കരഹിതനാണല്ലോ. ഇത് തങ്ങളിൽ ഐക്യപ്പെടുന്ന ഒരു രൂപമാണ് നമുക്ക് പറഞ്ഞു തന്നത്. പരസ്പരം ആ കളങ്കമറ്റ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആ റിഫ്ലക്ഷൻ ഇട്ട് വന്ന് ഇത് അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് നിർവികൽപ്പമാകും. ആ നില പോലെയാണ് ഇവിടെയും സംഭവിക്കുന്നതെന്ന് സ്വാമി നമുക്കൊരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞ് തന്നതാണ്. കണ്ണാടിയുടെ ഉദാഹരണം. കളങ്കമറ്റ കണ്ണാടി മുൻ വേറൊരു കളങ്കമറ്റ കണ്ണാടി കാട്ടുമ്പോൾ വിളങ്ങിയ തന്മയമാകി അഭേദമാകി വികല്പമിന്റി നിർവികല്പമാനാർ പോലെ അളന്തറിയപ്പെടാ വിഭവമായി ചത്തായി ചിത്തായി ആനന്ദമാം പിരമത്ത് ഐക്യமான മനം ഐക്യமான ഉളം തെളിന്തപടി ഇരുന്നാൽ ഉലവെങ്കെ എന്റെ ശങ്ക ഒഴിത്തിടായി. ഉളം തെളിന്തപടി ഇരുന്നാൽ എന്നത് ആരൂഢ പദവിയാകുന്നു. ആരൂഢൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയുടെ വേറെ പേരാണ് ആരൂഢൻ. ഇതിൽ 2 തരമുണ്ട്, അർത്ഥാരൂഢനും ആരൂഢൻ. അജ്ഞാനി, അഭ്യാസി, അർദ്ധാരൂഢൻ, ആരൂഢൻ. ഇത് 4 പദവിയാണ്. അഭ്യാസി എന്ന് പറയുമ്പോൾ ഇതിന് അഭ്യാസം ചെയ്യുന്നവര്. അർത്ഥാരൂഢൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 90 ലക്ഷ്യമായി വന്നവരെ ആയിരിക്കണം. പിന്നീട് 40 ലക്ഷ്യമായി വരും. ഈശ്വരന്റെ ഉപാധിയെ നേടി അവരെയാണ് ആരൂഢന്മാരെന്ന് പറയുന്നത്. ഇങ്ങനെ 4 വകഭേദങ്ങൾ ഇതിലും പിരിവുണ്ട്. ആരൂഢൻ എന്ന് എപ്പം പറയുന്നു അത് ജ്ഞാനിയുടെ പറ്റി പറഞ്ഞതായിട്ട് വിചാരിച്ചോ. ഏകമായി മനമിറന്നാൽ ജീവൻ മുക്തൻ ഇരിക്കും മട്ടും പ്രാരബ്ധം ഏതിനാൽ ഉൺപാ പോകമാനത് പുജിത്ത് തൊലൈപ്പതല്ലോ പുജിപ്പതെന്നാൽ മനം താനും പോനതല്ലേ ശോകമാം മനമിറന്നാൽ പോകമില്ലേ തോന്റും എന്നിൽ മുക്തരെന്ന് ചൊല്ലക്കൂടാതെ മോകമാം ഇതു തെളിയ കുരുവേ നന്റായി മൊഴിന്തരുൾവായി തെളിന്തതല്ലോ മുക്തിതാനേ. ഏകമായി മനപ്പിറന്നാൽ ജീവൻ മുക്തൻ ഇരിക്കും മട്ടും പ്രാരബ്ധം എതിനാൽ ഉൺപാർ ഭോഗമാനത് ഭുജിത്ത് തൊലൈപ്പതല്ലോ ഭുജിപ്പതെന്നാൽ മനം താനും പോനതന്റെ ശോകമാ മനമിറന്നാൽ പോകമില്ലേ തോന്റുമെനിൽ മുത്തരെന്ന് ചൊല്ലക്കൂടാതെ ഭോഗമാം ഇത് തെളിയ കുരുവേ നണ്ടായി മൊഴിന്തരുൾവായി തെളിന്തതല്ലോ മുക്തിതാനെ. ഏകമാ മനമിറന്നാൽ വെള്ളത്തിൽ ഉപ്പ് പോലെ ബ്രഹ്മത്തിൽ ഒന്നായി മനസ്സ് നാശമാകി ജീവൻ മുക്തന്മാർ ഇരിക്കും മട്ടും ദേഹമുള്ളത് വരെ നിർത്തും. പ്രാരബ്ധം ഏതിനാൽ ഉൺപാർ പ്രാരബ്ധ ഭോഗം ഏത് സാധനം കൊണ്ട് അനുഭവിക്കും. ഭോഗമാനത് പുജിത്ത് തൊലൈപ്പതല്ലോ പ്രാരബ്ധ ഭോഗം അനുഭവിച്ച് തന്നെ തീർക്കണമെന്നല്ലേ. പുജിപ്പതെന്നാൽ അനുഭവിച്ച് തീർക്കേണ്ടതാണെങ്കിൽ മനം താനും പോനതന്റെ ഭോഗസാധനമായ മനസ്സ് മരിച്ചില്ലല്ലോ. ശോകമാ മനമിറന്നാൽ ദുഃഖമയമായ മനസ്സ് നാശമായ ഭോഗമില്ലേ. സുഷുപ്തിയിൽ ഭോഗം ഇതിന്റെ ഉദാഹരണം പറയുന്നത് സുഷുപ്തിയിൽ മനസ്സ് ഇറങ്ങും ഇതായതുകൊണ്ട് അവിടെ ആർക്കും ദുഃഖം തോന്നുന്നില്ല. പ്രാരബ്ധ ഭോഗാനുഭവം ഇല്ല. തോറ്റുമെനിൽ അജ്ഞാനികളെ എന്ന പോലെ മനസ്സ് നശിക്കാതെ തോന്നുമെങ്കിൽ മുക്തരെന്ന് ചൊല്ലക്കൂടാതെ ജീവൻ മുക്തരെന്ന് പറയാമോ. അതിനാൽ ഭോഗമാം ഇത് തെളിയ മയക്കമായ ഈ സംശയത്തെ മാറ്റാൻ ഗുരുവേ നന്നായി മൊഴിന്തരുളുവായി വിശേഷമായി ഉത്തരം ഉപദേശിച്ച് അനുഗ്രഹിക്കണം. തെളിന്തതല്ലോ മുക്തി സംശയം തെളിഞ്ഞ നില അല്ലയോ
ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഇതാണ് പ്രസവത്തെ. ഇതൊക്കെ ഭയങ്കര വിചാരം ചെയ്യുന്നവർക്ക് ഭയങ്കര കരുത്തുള്ള സാധനങ്ങളാണ്. ഇവിടെ പറഞ്ഞ ഇതാണ്, സ്വാമി പറഞ്ഞതിന്റെ ഉള്ളടക്കം ഇതാണ്. സാധാരണ ജ്ഞാനമടഞ്ഞു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങി എന്ന് പറഞ്ഞാൽ, ആ കർത്തൃത്വ ബുദ്ധി നശിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ജ്ഞാനികൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ. ജ്ഞാനികള് പ്രവർത്തിക്കുന്നത് അവർ ഉണ്ണുന്നു, ഉറങ്ങുന്നു, ഇതൊക്കെ അവരുടെ പ്രവൃത്തികളാണ്. മാത്രമല്ല അവർ ഈ ഉപദേശങ്ങൾ ചെയ്യുന്നു, അത് പ്രവൃത്തിയാണ് അവർ. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഈ മനസ്സ് നശിച്ചെന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇതാണ് അവരുടെ ചോദ്യം. കാരണം അവിടെ കർത്തൃത്വ ബുദ്ധി പൂർണ്ണമായി നശിച്ചു അല്ലെങ്കിൽ അഹങ്കാരം നശിച്ചു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്നുള്ള ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം സ്വാമി പറയണം, ദേഹം ഉള്ളത് വരെ പ്രാരബ്ധഭോഗം ഏത് സാധനം കൊണ്ട് അനുഭവിക്കും. അതായത് ഭുജിത്ത് അൻഡോ തൊലിപ്പത്, പ്രാരബ്ധഭോഗം അനുഭവിച്ച് തന്നെ തീർക്കണമെന്നല്ലേ. എന്നാൽ ഭുജിക്കുകയാണെങ്കിൽ മനസ്സ് മരിച്ചില്ലല്ലോ, ഒരു വശത്തിന് പറഞ്ഞിരിക്കും മനസ്സിന്റെ. അങ്ങനെയാണെങ്കിൽ മനമിറന്ന ദുഃഖമയമായ മനസ്സ് നാശമായാൽ ഭോഗമില്ലേ? അത് നമുക്കറിയാം. സുഷുപ്തിയിൽ ആർക്കും ഭോഗമില്ല. അവിടെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നില്ല, വേറൊരു ഭോഗത്തെ അടയുന്നുമില്ല. പക്ഷെ ഇവിടെ ജ്ഞാനികൾക്ക് അജ്ഞാനികൾ എന്ന പോലെ മനസ്സ് നശിക്കാതെ തോന്നുമെങ്കിൽ മുക്തരെന്ന് ചൊല്ലക്കൂടാതെ ജീവൻ മുക്തരെന്ന് എങ്ങനെ പറയാം എന്നാണ് ചോദ്യം. ഇതിന്റെ കൂടെ സ്വാമി ഒരു മറുപടി തരണം. ഈ സംശയം മാറിയാൽ എനിക്ക് ആ തെളിഞ്ഞ നില ഏർപ്പെടും എന്നുള്ള ഭാവത്തിലാണ് ശിഷ്യൻ ചോദിച്ചത്. അവിടെ വായിച്ചങ്ങ് നിർത്തി. സ്വാമി, ഇത് ജ്ഞാനമടയുക എന്ന് പറഞ്ഞാൽ അവരും വീണ്ടും അവര് ഉറങ്ങുകയും ഉണ്ണുകയും അതുപോലെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സ് നശിച്ചെന്നോ കർത്തൃത്വ ബുദ്ധി പോയെന്നോ പറയാൻ പറ്റില്ലല്ലോ. അതാണ് ചോദ്യം. പക്ഷേ ജ്ഞാനികളിൽ കണ്ടിട്ടുണ്ടോ, അവര് യാത്ര ചെയ്യുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, സംസാരിക്കുന്നു, അവര് വേണമെങ്കിൽ 2-3 ആശ്രമങ്ങൾ കൂടെ സ്ഥാപിക്കുന്നു, അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനസ്സിലാൻ പറ്റുമോ? മനസ്സാണല്ലോ ഇതിന്റെ എല്ലാത്തിന്റെയും ആള്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനസ്സ് മരിച്ചെന്ന് എങ്ങനെ പറയാം? മനസ്സെങ്ങനെ മരിച്ചു? മനസ്സിലല്ലോ. അങ്ങനെയാണെങ്കിൽ അജ്ഞാനികളെ പോലെയല്ലേ അവരും എന്നുള്ളതാണ് ചോദ്യം. ഇതിന് മറുപടി വരാൻ പോവുകയാണ്. അത് കേട്ടാൽ ക്ലിയർ ആയിക്കോളും. കൃഷ്ണ മനസ്സിലായല്ലോ? അതിതാ മറുപടി. മനനാശം സ്വരൂപമെന്നും അരൂപമെന്നും വകത്തുരയ്പാർ ഇരുവകയാം ഇവറ്റിൽ വിനദാന ജീവൻ മുത്തരിടത്തിലെന്നും വിദേഹമുത്തരിടത്തിലെന്നും വേവും കണ്ടായി ധനദാന തത്വമായി മനം ചേടിത്ത് തമസ് രജസ്സുകൾ നശിത്തൽ സ്വരൂപനാശം അനഘ തത്വം താനും ഈ ലിംഗദേഹം അടങ്ങുമ്പോൾ തടങ്കുതലേ അരൂപനാശം. ഇതാണ് ഈ രൂപത്തിലാണ് മനസ്സ് പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല എന്നൊരർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഈ ജീവൻ മുക്തനിലിരിക്കുന്ന ആ മനസ്സ് പൂർണ്ണമായിട്ടും നശിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് ഉപദേശിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഈ പറയുന്ന വിധത്തിൽ ആ കർത്തൃത്വം അല്പം ഇരിക്കുന്നത് പോലെ അതുകൊണ്ടാണ്. പക്ഷെ അവരുടെ കർത്തൃത്വം മഹാകർത്തൃത്വമാണ്, കർത്തൃത്വമല്ല. അവർ പറയും മാകർത്തൻ, മാഭോഗി, മാത്യാഗി, മഹാഭോഗി, മഹാത്യാഗിയായിട്ട് 3 മുക്തന്മാർ ഇതിൽ ഇരിക്കുന്നു. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. അപ്പം ഈ മനസ്സിന്റെ നാശത്തെ പറയുന്നത് സ്വരൂപനാശമെന്നും അരൂപനാശമെന്നും 2 രൂപത്തിലാണ്. അതിൽ പറയുന്നു, ഇവറ്റിൽ വിനവാദ ജീവൻ മുക്തരിടത്തിലൊഞ്ചും വിദേഹമുക്തരിടത്തിലൊഞ്ചും വേവ് കണ്ടായി. കാരണം ഈ ജീവൻ മുക്തരിടത്തില് ഇരിക്കുന്നത് സ്വരൂപനാശം വന്നതാണ്, അരൂപനാശം വന്നിരിക്കുന്നതാണ് വിദേഹമുക്തരിൽ ഇരിക്കുന്നത്. പ്രാരബ്ധം ഇരിക്കുന്നത് വരെ സ്ഥൂല ശരീരം അതിന്റെ ധർമ്മങ്ങളെ ആചരിച്ചിങ്ങനെ പോകും. പക്ഷെ ജ്ഞാനി എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല. അതുവരെ ഈ ദേഹം ഞാനാണെന്നിരുന്ന് എന്റേതാണെന്ന് വിചാരിച്ചിരുന്നത് മാറി ഇതെല്ലാം
ഈ ഉപാധികളുടെ ധർമ്മങ്ങളും കാര്യങ്ങളുമാണെന്ന് തിരിച്ചറിയും. ഒരു സാക്ഷിയായി, അതൊരു സാക്ഷിയായിട്ട് നിന്നതിനെ കാണുക, അവർ കാണുകയാണ് ചെയ്തത്. ശരീരം അതിൻ്റെ തൊഴിലുകൾ ചെയ്തു. ആ പ്രാരബ്ധത്തിന് വിധേയമായ ശരീരം ചരിക്കുന്നതിന് ഞാൻ എപ്പോഴും സാക്ഷി മാത്രമാണ്. അപ്പോൾ ആ സാക്ഷി രൂപമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഈ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നത് ഈ സംശയം, ഈ ജീവൻ മുക്ത പുരുഷന്മാരിൽ സ്വരൂപനാശം വന്നിരിക്കുകയാണ്. മറ്റേ വിദേഹമുക്തി വന്നിരിക്കുന്ന വിദേഹമുക്തന്മാരിലാണ് അരൂപനാശം സംഭവിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ സത്വഗുണവും കൂടെ നശിക്കും ഒടുവിൽ. അതുവരെയ്ക്കും സത്വഗുണം ഇതിലിരിക്കുമെന്നാണ്. സത്വഗുണം വിദ്യയാണ്, സത്വഗുണം ആനന്ദമാണ്. സത്വഗുണത്തില് ഈ ലോകമില്ല. കാരണം സത്വം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ആധിക്യത്തിൽ നിർഗുണമാണ്. ഏതിൻ്റെ? ഈ സത്വഗുണത്തിന്റെ ആധിക്യത്തിൽ ഈ സത്വഗുണം തന്നെയാണ് നിർഗുണമായിരിക്കുന്നത്. പറഞ്ഞില്ലേ, ഈ 3 ഗുണങ്ങളെ ഇങ്ങനെ കിടക്കുകയാണ്. അത് ഒന്നിനെ മേലാക്കി നിർത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. ചിലപ്പോൾ അവന് ദേഷ്യം വരുന്നു, അപ്പൊ രജോഗുണം അധികരിച്ചു നിൽക്കുകയാണ്. ചിലപ്പോൾ ഒരു കാമവാസന വരുന്നു, അപ്പൊ തമോ ഗുണം അധികരിച്ച് നിൽക്കുകയാണ്. ഈശ്വരപരമായിട്ട് താല്പര്യങ്ങൾ വരുന്നു, സത്വഗുണം അല്പം അധികരിച്ച് നിൽക്കുകയാണ്. ഇതിങ്ങനെ മാറി 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 നിൽക്കും. അവർ പറയുന്ന രണ്ടിനെയും താഴ്ത്തിയിട്ട് ഈ സത്വഗുണത്തെ മേലാക്കി നിർത്തി ശീലിക്കാം. എപ്പോഴും സത്വഗുണത്തെ മേലാക്കി നിർത്തി ശീലിക്കാം. അങ്ങനെ ശീലിക്കുന്നത് എന്താണ്? ശ്രുതിയുടെ സഹായം വേണം. അതാ പറ്റില്ല. സത്വഗുണത്തിൽ കൊണ്ടുവരാൻ ശ്രുതിയുടെ സഹായം ഇല്ലാതെ പറ്റില്ല. എന്നാൽ രജഗുണ തമഗുണത്തിൽ നമുക്ക് വാസനാഗതമായിട്ട് നമുക്ക് എങ്ങനെ വേണമോ നിൽക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് അതുകൊണ്ടാണ് പറഞ്ഞത്, ശുദ്ധി പിടിച്ചുകൊണ്ടാണ് ഒരാൾക്ക് സത്വഗുണത്തിലേക്ക് നിൽക്കാൻ സാധിക്കുന്നത്. തനത് സന്മാർഗത്തെ വിടാമൽ ഇരുന്ന പോത് രജഗുണവും തമോ ഗുണവും ശമിക്കും. രജഗുണം തമോ ഗുണം നശിക്കുന്നതിനെയാണ് അവിദ്യ നീങ്ങിയത്. അവിദ്യ നീങ്ങി, വിദ്യ കിടക്കുകയാണ്. വിദ്യ ഇവിടെ ഉണ്ട്. അവിടെ വിദ്യയും കൂടെ നശിക്കുന്നതാണ് നമ്മുടെ ആ വിദേഹമുക്തിയായിട്ട് ഇവിടെ പറയുന്നത്. വിദ്യയും കൂടെ വേണ്ട, നമുക്ക് വിദ്യയുടെ ആവശ്യമില്ല. അജ്ഞാനം ഇരിക്കുന്നത് വരെ ജ്ഞാനം ഇതിലാവശ്യമാണ്. അവിദ്യ ഇരിക്കുന്നത് വരെ വിദ്യ വേണം. ആ വിദ്യ കൊണ്ട് അവിദ്യയെ നീക്കി വിദ്യയും അവിദ്യയും കൂടെ ഒരുമിച്ചില്ലാതാവുന്ന ഒരു നിലയാണ് തന്റെ യഥാർത്ഥ രൂപം. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കി വെച്ചോ അല്ലേ? ഇങ്ങനെ അതിസൂക്ഷ്മമായിട്ട് ആ ബുദ്ധിയെ നിർത്തണമെങ്കിൽ എന്ത് വേണം? മനസ്സിലുള്ള രാഗദ്വേഷ മതമത്സരങ്ങളെല്ലാം മൂടോളം എറിഞ്ഞു കളയണം. മഹത്തുക്കളെല്ലാം അതാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സന്ദർഭങ്ങളെ ആ സന്ദർഭത്തെ പോലെ അവര് എത്രയോ മുമ്പേ തന്നെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാമെന്ന് ഒരു ജ്ഞാനി ആ സ്പോട്ടിലല്ല കാണുന്നത്. എത്രയോ മുമ്പേ തന്നെ അതിന്റെ മറുമരുന്ന് ചെയ്ത് നിൽക്കുകയാണ് അവർ. അതാണോ വിവേകം? ദീർഘദൃഷ്ടിയുള്ളവരെന്നൊക്കെ പറയേണ്ടത്. ഒരു കാര്യം മുമ്പിൽ വരുമ്പോഴല്ല അതിന്റെ റെമഡി പറയണത്. ഇതിന് എത്രയോ മുമ്പേ അവർ ചെയ്തു വെച്ചു ഈ കാര്യങ്ങൾ. ഇതാണ് മഹത്വം. ആ മാഹാത്മ്യം അവരിൽ എങ്ങനെ ഉണ്ടായി? ഈ ജീവിതം എന്ന് പറയുന്നത് ജനന മരണ സംസാര ദുഃഖ കടലെന്ന് പറയുന്നത്, ഇതിൽ നിന്ന് മറുകര കാണുക എന്നുള്ളതാണ് ആ ജീവന്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ ലക്ഷ്യം എന്തുകൊണ്ട് നിറവേറപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, മുമ്പിരുന്ന ആ വാസനാകരമായ ഒരു സംസ്കാരം ഇതിനെ കെടുത്തിയിരിക്കും. ഇതിനൊന്ന് പരിവർത്തനപ്പെടുത്തി നിന്ന് എപ്പോഴും സത്വഗുണത്തിൽ തന്നെ നിർത്താൻ പറഞ്ഞാൽ, കാരണം നമുക്ക് അനാദിയായിരിക്കുന്ന ഒരു സംസ്കാരം ഇതിലുണ്ട്. അതാണ് അവിദ്യാരൂപമായിട്ട് കിടക്കുന്നത്. ഇതിനെ ഒന്ന് പരിവർത്തനപ്പെടുത്തി നിർത്തി വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ചരിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് വ്യക്തമായിട്ട് ഇതിനെ അറിയാനും പറ്റും. കാരണം എന്താണെന്നറിയാം സുരേഷ്, ഇത് നമ്മൾ വിചാരിക്കും പോലെ നമ്മുടെ കഴിവല്ല സുരേഷ്. ഇത് അങ്ങനെ ഒരാള് ഇതിലേക്ക് നിൽക്കുമെങ്കിൽ ആ ഈശ്വരനുണ്ടല്ലോ, അവന്റെ ഉള്ളിൽ വന്ന് പ്രതിഷ്ഠ നേടും. അതിനകത്തൊന്നും ഇരിക്കാൻ തുടങ്ങും. എന്നിട്ട് അരുവ് മൊഴിയായിട്ട് ഇതിനെ പറഞ്ഞു. അപ്പൊ ഈ അരുവ് തന്റെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ, അത് കേൾക്കണമെങ്കിൽ ആ സൂക്ഷ്മതയിൽ വരാൻ എപ്പോഴും ഇത് അരുൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഗുരുവേ ഉള്ളിലിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് കേൾക്കാൻ ഒക്കാത്തതുകൊണ്ടാണ് നമ്മൾ ബാഹ്യമായിരിക്കുന്ന ഈ ശാസ്ത്രങ്ങളും ഗുരുക്കന്മാരെ എല്ലാം ആശ്രയിച്ചിരിക്കുന്നത്.
അവര് പറയണ അയ്യനേ എന്നതുള്ള നിന്റെ അനന്ത ജന്മങ്ങളാണ്ട് മെയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവെ പോറ്റി. ഇത് മുമ്പ് അകത്തിരുന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നതിനെ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് വെളിയിൽ വന്ന് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞ് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. 21ാമത്തെ പദ്യം മുതൽ അർത്ഥം ഓമയ്യനേ എന്നുള്ള നിന്റെ അനന്ത ജന്മങ്ങളാണ്ട മെയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി. ഉയ്യവേ മുക്തി നൽകുന്നവിനാളേ ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോറ്റി.